അമ്മ, അടി, ഇടി, വഴക്ക്. ഇവരൊരു സംഘടന ഉണ്ടാക്കി വെച്ചത് അടി ഇടിയും വഴക്കും ഉണ്ടാക്കാനാണോ സഹായിക്കാനാണോ എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ലേഡീസ് എന്ന് പറയുന്ന ആൾക്കാർ ഇതിന്റെ തലപ്പത്ത് എത്തിയത് മുതൽ ഓരോരുത്തർ ഓരോ പ്രശ്നങ്ങള്. അൻസിബ ലക്ഷ്മിപ്രിയ ആയിട്ടുള്ള പ്രശ്നം, അതിന്റെ ക്ലാരിഫിക്കേഷനായിട്ട് ആദ്യം അൻസിബ ഒരു ന്യൂസ് ചാനലിൽ കയറിയിരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പിറകെ ഞാനാണ് ആ ധീരവനിത എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിപ്രിയ വന്നിട്ടുണ്ടായിരുന്നു. ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിത, അത് വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇനിയിപ്പോ ആ പേര് ലക്ഷ്മിപ്രിയ ഞാനാണ് കംപ്ലൈന്റ് കൊടുത്തതെന്നും പറഞ്ഞ് മീഡിയാസിന്റെ മുന്നിൽ വന്നിരുന്ന് കുറെ ഘോര പ്രസംഗിച്ചത് പലതും പച്ചകളാണ്. ഞാന് ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിന്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റിയ ഇഷ്യൂ. ഈ ചീഞ്ഞ കാര്യം പറഞ്ഞിട്ടാണോ പോയി കംപ്ലൈന്റ് കൊടുത്തേ? നല്ലതാ. വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. ഒരു മാസം കഴിഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് നടന്നു. അവർക്ക് മുറികളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കാറുമില്ല. അപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനം കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ നാലാമത്തെ ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട് എന്നെ വിളിച്ചത്. മെസ്സേജ് അയച്ചത് ഡിസംബറിൽ, കംപ്ലൈന്റ് കൊടുത്തത് ജനുവരിയിൽ. അപ്പൊ ഇത്രയും ദിവസങ്ങളൊന്നും ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിരുന്നില്ലേ ലക്ഷ്മിപ്രിയെ? കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നെങ്കിൽ ആ സമയത്ത് കൊണ്ടു കൊടുക്കായിരുന്നല്ലോ. ഇത് പശുവും ചത്തവും ഒരു പുളിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പോയി കംപ്ലൈന്റ് കൊടുത്തേക്കുന്നല്ലേ. രാത്രിയില് അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടി ആയിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചു. ഞാൻ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്തു. ചേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയ്ഷേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അത് ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ആ ഒരു മെസ്സേജ് കാരണം ലക്ഷ്മിപ്രിയയുടെ കുടുംബജീവിതം തകരാറായിട്ടുണ്ടെങ്കിൽ അയാൾ കളഞ്ഞിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഇങ്ങനൊരു മെസ്സേജ് കാരണം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നാളെ വേറെ വല്ല മെസ്സേജും വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ഡൊമസ്റ്റിക് വയലൻസ് നടക്കും. അതിനേക്കാളും വേദം ഇപ്പോഴേ കളഞ്ഞിട്ട് പോകുന്നല്ലേ. കളഞ്ഞിട്ട് പോട്ടെ, രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. അൻസിബ ചെയ്തത് വലിയ തെറ്റാണ്. അൻസിബ ഈ മെസ്സേജ് അയച്ചത് കാരണം ഈ സ്ത്രീക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി ഈ സ്ത്രീക്കാണ് അയച്ചത്. ഈ സ്ത്രീയുടെ പേഴ്സണൽ മൊബൈലിലേക്ക് അയച്ച മെസ്സേജ്. അതും ഞാൻ അയച്ച മെസ്സേജിന് റോങ് ആയിട്ടുള്ള അർത്ഥം എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതിന് ഒരു വാക്കും മോശം വാക്ക് ഞാൻ എഴുതിയിട്ടില്ല. അപ്പൊ അതിന് റോങ് ആയിട്ടുള്ള അർത്ഥങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എസ് ഐ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ? അത് ആ സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പോലും ഡൊമസ്റ്റിക് വയലൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം കേസ് എടുക്കണമെന്നാണ്. എഫ്ഐആർ ഇടണമെന്നാണ്. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ലല്ലോ അവിടുത്തെ പ്രശ്നം. അൻസിബ ചെയ്തതാണ് തെറ്റ്. അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തി ഹരാസ് ചെയ്തു. നീന കുറുപ്പ് ചേച്ചിയെ പണ്ട് ഒരു മെമ്പർ അശ്ലീല വാക്കുകളും തെറി വിളിക്കുന്നതും പ്രാക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സാധനം ഈ ഇതുപോലത്തെ വാക്കുകളാണ് ഈ എക്സിക്യൂട്ടീവ് മെമ്പർ എസ് ഐയുടെ മുന്നിൽ നിന്നിട്ട് എന്നെ പറയുന്നത്. എസ് ഐയുടെ മുമ്പിൽ വെച്ചിട്ട് മറ്റേ സൗണ്ട്, അതായത് മറ്റേ വോയിസ് മെസ്സേജിലെ കാര്യങ്ങൾ പോലെയാണ് സംസാരിച്ചതെങ്കിൽ നിങ്ങൾ അവിടെ വാഴ പുഴുങ്ങാൻ ഇരിക്കുവാണോ? അല്ല, പോലീസുകാരോടാ ചോദിച്ചേക്കുന്നത്. അവരിമാതിരി സംസാരിക്കുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ ലക്ഷ്മിപ്രിയയും തമ്മിൽ എന്തുമാത്രം ബന്ധം കാണും? ഇത്രയും 3 മണിക്കൂർ
അവര് ലക്ഷ്മിപ്രിയ ഇതുപോലെ അൻസിബയുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ലക്ഷ്മിപ്രിയയും എസ് ഐയും തമ്മിലുള്ള ബന്ധം എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഭർത്താവ് ഡൊമസ്റ്റിക് വയലൻസ് ചെയ്തിട്ട് പോലും കേസ് എടുത്തിട്ടില്ല. പക്ഷെ ഈ ഒരു മെസ്സേജ് കാരണം കുടുംബജീവിതം തകർന്നു എന്ന് പറഞ്ഞിട്ട് കേസ് എടുത്തേക്കുന്നു. ശാരീരിക ഉപദ്രവം ചെയ്ത ആൾക്കാർക്ക് കേസില്ല, ഒരു മെസ്സേജ് അയച്ചതിന്റെ പേരിൽ കേസ്. കൊള്ളാം, നല്ലതാ, നമ്മുടെ നിയമം സമ്മതിക്കണം. പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ അൻസിബ തന്നിട്ടുണ്ട്, അതും കൂടെ കേൾക്കാം. ഞാൻ ഈ നോട്ട്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലര് യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലര് മെജോറിറ്റി പക്ഷേ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു. എല്ലാത്തിനും സ്റ്റാർട്ട് ചെയ്തത് അൻസിബയുടെ നോ ആണ്. ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ശ്വേത മേനോനാണെന്ന് തോന്നുന്നു ഈ സ്പോൺസർഷിപ്പ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പോയി പറഞ്ഞപ്പോൾ ശ്വേത മേനോൻ പറഞ്ഞത് പേഴ്സണൽ കാര്യങ്ങളിലൊന്നും കമ്മിറ്റിക്ക് ഇടപെടാൻ പറ്റത്തില്ല എന്നാണ്. നിങ്ങൾ എന്തിനാ അവിടെ അമ്മ എന്ന് പറഞ്ഞ സംഘടന തുറന്നു വെച്ചിരിക്കുന്നത്? പുഴുങ്ങി തിന്നാനോ അതോ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന കാശ് മൊത്തം മുക്കാനോ? ഒരു സംഘടന ഉണ്ടെങ്കിൽ അതിലിപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും അത് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മീഡിയാസിന്റെ മുമ്പിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങളൊന്നും അറിയത്തില്ല. നിങ്ങൾ അന്വേഷിക്കണം, 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ പ്രസിഡന്റ് പറഞ്ഞു ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെയാണോ? this is nothing to do with you know one thing. ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ 75 lakhs നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയത്. 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയത്. ഒരു സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ് ദിസ് ഇസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ യു നോ വൺ തിങ്, 75 lakhs ആണ്. ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്. 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി, താങ്ക് യു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഒരാൾ പരാതി പറയുമ്പോൾ ഞാൻ മുന്നേ എന്തിനാണോ എതിർത്തത് ആ കാര്യമാണ് അടുത്തതായിട്ട് എന്നോട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ വീണ്ടും പോയി പരാതി പറയും. അതിനുശേഷം എവിടൊക്കെയോ എന്തൊക്കെയോ ഒരു ദുരൂഹത പോലെ ഇവരുടെ ഈ അമ്പലം വഴി വരുന്ന സ്പോൺസർഷിപ്പ് എന്തോ ഒരു ദുരൂഹതയില്ലേ? ഇനി ഈ അമ്പലം മറ്റേ നമ്മുടെ ഭരതനാട്യം മൂവി കണ്ടിട്ടുണ്ടോ? ടാക്സ് വെളുപ്പിക്കൽ, അങ്ങനെ വല്ല ടാക്സും വെളുപ്പിക്കാനുള്ള ഒരു മറ മാത്രമാണോ? അതും ആലോചിക്കേണ്ടിയിരിക്കുന്നു. നന്നായിട്ടൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പം ഇത്രയും കാര്യങ്ങൾ അൻസിബ എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നാളെ അൻസിബയ്ക്ക് എന്തെങ്കിലും പറ്റിക്കൂടാ എന്നില്ല. കാരണം അത്രയും അത് അൻസിബ തന്നെ പറയുന്നുണ്ട്. നാളെ എനിക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തെങ്കിലും പറ്റിക്കൂടാ എന്നുള്ളത് അൻസിബ തന്നെ വന്ന് പറയുന്ന സ്ഥിതിക്ക് കാര്യമായിട്ടൊരു അന്വേഷണം വേണം. അതായിരിക്കും നല്ലത്. ശരി എന്നാ.